അന്ന് ഈ രാജേട്ടനിലോട്ട് ഈ കഥാപാത്രം എത്തിപ്പെട്ടതിന്റെ ഒരു വഴി എന്തായിരുന്നു? അതോ നിങ്ങൾ ആലോചിച്ചപ്പോഴേ അതായിരുന്നോ? ഞങ്ങള് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനായിരുന്നു മനസ്സിൽ. ആ. ഇന്നസെന്റ് ഏട്ടനെ സമീപിക്കുകയും ചെയ്തതാ. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ അത്രയും ബൾക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നിച്ചേട്ടനാ പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് രാജേട്ടനെ ആലോചിക്കാം. അങ്ങനെ ഇവര് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. രായേട്ടൻ രായേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തന്നെ 2-3 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രായേട്ടൻ വന്നു. എന്താ പറയുക, കഥയൊക്കെ കേട്ടിട്ട് പുള്ളിക്ക് അങ്ങ് ആവേശമായി. കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള പുള്ളിക്ക്. ഈ തൊമ്മന മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ്, ഷാഫി ഇതെൻ്റെ 505-ാമത്തെ സിനിമയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞെട്ടിപ്പോയി. വളരെ കുറച്ച് കാലമല്ലേ ആയിട്ട് വന്നിട്ട്, 20 കൊല്ലം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 15-20 വർഷം. അപ്പോൾ പുള്ളി തമിഴിലും തെലുങ്കിലും ഒക്കെ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 505 പടങ്ങളിൽ അഭിനയിച്ചതിൽ എടുത്തു പറയാനായിട്ട് എനിക്ക് 3 കഥാപാത്രങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് അനിയമ്പാവ, ചേട്ടമ്പാവയിലെ അനിയമ്പാവ, പിന്നെ കാർലോസ്, പിന്നെ തൊമ്മന മക്കളും. അതിലെനിക്ക് തോന്നിയത് പുള്ളിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊമ്മന മക്കളുമാണെന്നാണ്.